What's up people? What's up? ഇന്ന് ഒരു എൻഡ്യൂറൻസ് റൈഡാട്ടോ. ഞാൻ വണ്ടീൻ്റെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോവാ. പുലർച്ചെ ഒരു 1 മണി 2 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കളി കണ്ടിട്ട് ഫിഫ നടക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ 7 മണിയായി ഗൈസ്. അവിടെ 4 മണിക്ക് 4:30 എത്തുമെന്നേ പറയുന്നുള്ളൂ. കുറച്ച് 1 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇന്ന് തന്നെ റിട്ടേണാ. ടോട്ടൽ 24 hours കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 1100 kilometers. 1100 kilometer നമ്മൾ ഒരു ദിവസം കവർ ചെയ്യും. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏർലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി ഒരു 11 മണിയാകുമ്പോഴേക്ക് തിരിച്ച് ഇവിടെ എത്താൻ പറ്റുമായിരുന്നു. കുറച്ച് സമയം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാലും. ഇത് പിന്നെ എന്താണെന്ന് അറിയില്ല. ഏതായാലും എന്തും നേരിടാനുള്ളൊരു മനസ്സുള്ളത് കാരണം പിന്നെ നമ്മൾ ലേറ്റായി എന്നുള്ള കാരണം കൊണ്ടൊന്നും പിന്നോട്ടേക്കില്ല. ക്ലൈമറ്റ് നൈസാണ് കേട്ടോ. ഇതിപ്പോൾ പാലക്കാട് കഴിയുന്നവരെ ക്ലൈമറ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പിന്നെ മഴ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് എന്നുള്ള ഒരു ഗാരേജില്ലേ, അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ അവരുടെ ഹാൻഡിൽ ബാറിനെ പറ്റി നല്ല അഭിപ്രായമാണ് പൊതുവെ എല്ലായിടത്തും കേൾക്കുന്നത്, ഫിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ. അപ്പോൾ എൻ്റെ ഹാൻഡിൽ ബാർ ഏതായാലും ബെൻഡായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാറണം. പിന്നെ എനിക്ക് ഈ ബൈക്കിൽ ഒത്തിരി ഈ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് കയറ്റുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം ഒരുപാട് വെയിറ്റ് KTMൻ്റെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു KTM DNA ഉണ്ടാവില്ല ബ്രോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ക്രാഷ് കാർഡിൽ തന്നെ അത്യാവശ്യം പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്ന ടൈപ്പ് സ്ലൈഡേഴ്സ് അവരുടെ കയ്യിലുണ്ട്. ADV 390 മാത്രം സ്ലൈഡേഴ്സ്, അത് സെറ്റ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം മനസ്സിലുള്ളത്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ഓൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏതായാലും ആലുവ എത്തി. ആലുവല്ല, മുട്ടം, എറണാകുളം മുട്ടം. ടോട്ടൽ ഇനി 490 kilometers ഉണ്ട്. ടൈം കാണുന്നത് 9 hours 20 minutes. ഞാൻ ഫസ്റ്റ് ടൈമാണ് സോളോ ആയിട്ട്, ഇന്നാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സോളോ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് പോകുന്നത്. എല്ലാണ്ട് ഗോവയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അത് ഞാനും വൈഫും വരുന്നത്. ഇതിപ്പം ഫസ്റ്റ് ടൈമാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പാലിയേക്കര എത്താറായി. സമയം 7:37 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 45 kilometers കവർ ചെയ്ത്. പക്ഷേങ്കിൽ നൈസായിട്ട് മഴ പാറി തുടങ്ങി. പക്ഷെ എനിക്കിതത്ര പേടിയില്ല, കാരണം നല്ല വെയിലുണ്ട്, സ്കൈ നല്ല ക്ലിയറാണ്. അതുകൊണ്ട് ഞാൻ റെയിൻ കോട്ടൊന്നും ഇടാനായിട്ട് ബ്രേക്ക് എടുത്തില്ല. വണ്ടി കണ്ട, ഇപ്പം നല്ല ക്ലിയറായി. ഇനി 454 kilometers. ട്രാഫിക്കൊക്കെ അങ്ങ് ആയി വരുന്നേ ഉള്ളൂ. മീറ്ററിൽ ഇപ്പം മൈലേജ് കാണുന്നത് 30. ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടില്ലേ, ഈ ലോറിക്കാരുടെ ബാക്കിലേക്ക് പോകുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്രയും വെള്ളം നമ്മളെ മേലേക്ക് സ്പ്ലാഷ് ചെയ്ത് വൈസറിൻ്റെ മേലെ ഒരു വൈപ്പർ വെച്ചാൽ നല്ല. അങ്ങനെ ഇവിടെ എത്തി. കുതിരാൻ ടണൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ 9 മിനിറ്റ് 100 kilometer. എവിടെയും സ്റ്റോപ്പില്ല. സോ ഫാർ സോ ഗുഡ്. ബോഡി പെയിൻ ഇല്ല, ഒരു പെയിനും ഇല്ല. രാവിലെ ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചില്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറുത് ലൈറ്റായിട്ട്, ഹെവി ആയിട്ട് ഞാൻ ഒരിക്കലും കഴിക്കാറില്ല ലോങ് പോകുമ്പോൾ. ലൈറ്റായിട്ടൊരു ചായയോ എന്തെങ്കിലും ഒരു സ്നാക്ക് മാത്രം
കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും മതി. അതിനു വേണ്ടി നമുക്ക് എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കാം. നമ്മൾ കറക്റ്റ് 7:10 ഇറങ്ങിയത്, ഇപ്പോൾ കറക്റ്റ് 8:10. പാലക്കാട് എത്താറായേക്കുന്നേരം ഒടുക്കത്തെ ചൂട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ചായയും കുടിച്ച് ഒരു സ്നിക്കേഴ്സും വാങ്ങി കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. ഞാനിങ്ങനെ കഴിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അധികം ഈ കാർബ് അടങ്ങിയ ഫുഡ് അധികം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം വരും. കാരണം ഹൈവേ അല്ലേ, കണ്ടിന്യൂസ് ഒറ്റ സ്ട്രെച്ചല്ലേ, അന്നേരം നമുക്ക് ചെറുതായിട്ടൊരു ഇത് കിട്ടും. ഇനി എന്നങ്ങ് ഉറങ്ങിക്കളയാന്നുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഗ്ലൗസ് ഇടലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ, ഇനി കറക്റ്റ് 398 കിലോമീറ്റർ. നമ്മൾ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താ. 4:18 നേരത്തെ എത്തുന്ന സമയം, ഇപ്പം 4:48. ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ റെഡി ആവില്ല, പോകുന്ന കാര്യം നടക്കാണ്ടായി പോകും. പിന്നെ അവിടുത്തെ തിരക്ക് എന്താണെന്നൊന്ന് പോയി അറിഞ്ഞുകൂടെ കേട്ടോ, ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളുള്ള. പിന്നെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്ത് ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ സെറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അധികം വർക്കൊന്നുമില്ല ബ്രോ, നമുക്ക് ഹാൻഡിൽ മാത്രമാണ് കുറച്ച് ടാസ്ക് ഉള്ളൂ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അലൈൻമെൻറ്റൊക്കെ. സ്ലൈഡറൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യാൻ തരും. അപ്പം ഇനി അടുത്ത 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് കാണാം കേട്ടോ. ഒന്നാമത് നല്ല സ്പീഡിലാണ് ക്രൂസ് ചെയ്യുന്നത്, അപ്പം നമുക്ക് സംസാരിച്ചുകൊണ്ട് ക്രൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒന്നാമത് നല്ല വിന്നോയ്സ് വരും. ഓക്കെ, നാളെ അറിയാട്ടോ സ്ഥലം. ബോർഡ് ഇപ്പോഴാണ് കാണുന്നത്, ബോർഡ് കണ്ടാൽ എനിക്ക് സ്ഥലം അറിഞ്ഞോടൂ. വാളയാർ പരമശിവം. ഇനി 350 കിലോമീറ്റേഴ്സ് മോർ. പുട്ട് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം, ഈ സ്കൂൾ കുട്ടികളുടെ ഒരുപാട് പേര്, കാരണം ഇപ്പോൾ സ്കൂൾ ടൈം ആയില്ലേ, അത് രാവിലെ 9:15 ഉള്ളൂ. അവർ ഭയങ്കര ഹാപ്പി എന്നെ കാണുമ്പോൾ. കുറേ ആൾക്കാർ ടാറ്റ തരിക, ഞാൻ തിരിച്ചും ടാറ്റ കൊടുക്കും. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം നമുക്കും അവർക്കും നമ്മളെ കാണുമ്പോൾ. മാൻ, ലുക്ക് അറ്റ് ദ വ്യൂ. ഞാൻ സ്വർഗത്തിലേക്കാണോ റൈഡ് ചെയ്ത് പോകുന്നത്? പക്ഷെ സ്വർഗത്തിൽ കട്ടുറുമ്പുകൾ ബ്രോ, മുമ്പിൽ ലോറിക്കാറ്. മഴയാണോ ആ പെയ്യുന്ന മുമ്പിൽ? ഇതല്ല, മഴ പെയ്താ. ഫൈനലി വി ആർ എൻറ്ററിങ് ടു തമിഴ്നാട്. എന്താണ് ഞാൻ വിചാരിക്കുന്നത്, തമിഴ്നാട്ടിൻ്റെ എൻ്റർ ചെയ്യുന്ന റോഡായിരിക്കും അത്. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഉള്ള മണ്ടത്തരെല്ലാം വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവസാനം അയ്യാറിലാവും. 4 ലൈൻ റോഡ് കഴിഞ്ഞ് ഇതിപ്പം നോർമൽ ഹൈവേ ആയി.
ഇനി അങ്ങോട്ട് കെയർഫുൾ ആയിട്ട് റൈഡ് ചെയ്യണം കുറച്ച് ദൂരം. പിന്നെ മറ്റേ റോഡ് NH 544 കയറും. തൃശ്ശൂരിൽ നിന്ന് കുറച്ച് KTM റൈഡേഴ്സിന് കിട്ടിയത്. റൈഡേഴ്സിന് 2 പേരൊക്കെ ഉണ്ട്. ഒരു Enduro 390, ഒരു ADV 250. അവർ ഷിമോഗയിലൊക്കെ. എന്നാൽ പിന്നെ കുറച്ച് സമയം അവരെ കൂടെ റൈഡ് ചെയ്യാം. പക്ഷേ ഈ കൂട്ടം കൂടി റൈഡ് ചെയ്താൽ എനിക്കെൻ്റെ പണി നടക്കൂലത്, അതാ പ്രശ്നം. നമ്മളൊരു 235 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഒരു കാപ്പി കുടിക്കാൻ ഇപ്പോൾ തമിഴ്നാട് ഹൈവേ മാത്രമേ മൊത്തം മടുപ്പ. അതുകൊണ്ട് ഇടയ്ക്കിടെ കാപ്പി കുടിക്കുന്നു. ഇവിടുന്ന് പോയിട്ട് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് ക്യാച്ച് ചെയ്ത് കുടിക്കണം. ബാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4:00 അറൈവിങ് ടൈം കണ്ടത് ബാംഗ്ലൂർ. ഇപ്പോൾ നമ്മളിപ്പോൾ കവർ ചെയ്ത് 3:30 ആയിരിക്കും. 2:30 എത്തുമായിരിക്കും. ഈ ഒരു സ്ട്രെങ്തിൽ തന്നെ, ഈ ഒരു വൈബിൽ തന്നെ പിടിച്ചു പോയി. ഇനിയൊരു 291 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇനി കാപ്പി കുടിയില്ല. ഇനി തണുത്ത് എന്തെങ്കിലും വെച്ച് കുടിക്കാം അടുത്ത സ്റ്റോപ്പ് എടുക്കുമ്പോൾ. കാപ്പി അല്ലെങ്കിൽ തന്നെ ഇവിടെ നരകം പോലത്തെ ചൂട്. അതിൻ്റെ ഇടയിൽ ചൂട് കാപ്പി. ഇനി കാപ്പി വേണ്ട. ഇന്നധികം വെയിലൊന്നും അങ്ങനെ ഒരു കുത്തുന്ന വെയിലൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. സത്യം പറയാലോ, ഈ ഫുൾ ഗിയർ ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യുന്നവരാണ് കേട്ടോ ആശ്വാസം. വെറുതെ നിൽക്കുന്നേരം തന്തൂരി പോലെ വന്നിട്ട് വെന്തിട്ട്. ഗായ്സ്, ഒരു തമിഴ്നാട് കണ്ണാപ്പി ഒരു പൾസർ 150 വെച്ച് വേറ്റാലൊക്കെ എൻ്റെ ബേക്കിൽ തന്നെ കളിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം വിട്ടുകൊടുത്തു. പക്ഷെ അവൻ്റെ പോക്ക് വൻ സീനാ. കണ്ടോ, ഫുൾ ത്രോട്ടാ. നൈസായിട്ടൊരു അടി കൊടുക്കും അവന്. DN കണ്ണാപ്പിൻ്റെ പൊടി പോലും ഇല്ല. നമുക്കേതായാലും രണ്ടാമത്തെ ഫുൾ ടൈം അടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ലോ ഫ്യൂൽ ആയിട്ടുണ്ട്. റേഞ്ച് ഒരു 120 കിലോമീറ്റർ കാണുന്നുണ്ട്. എന്നാലും പവർ അടിക്കുന്ന കാരണം ടൗൺ ഏരിയയിലായിരിക്കും പവർ കിട്ടാൻ ചാൻസ്. അപ്പോൾ എവിടെന്തെങ്കിലും ഭാരത് പെട്രോളിയം അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ, അത് രണ്ടിൽ ഏതെങ്കിലും കണ്ടാൽ അടിക്കണം. ഷെല്ല് കണ്ടാൽ അത്രയും ബെറ്റർ. പക്ഷെ ഷെല്ലിനിപ്പം വില കൂടിയിട്ടുണ്ടോ എന്നറിയില്ല പവറിന്. മാപ്പിലാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് കാണുന്നില്ല. ഇതെവിടെ എത്തിയെന്നൊരു ഐഡിയ ഇല്ല. ഈ ഓരോ ഷോപ്പിൻ്റെ എല്ലാം സൈൻ ബോർഡിൽ കംപ്ലീറ്റ് തമിഴ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിലൊന്നും ഒന്നും ഒരു എഴുത്തുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് 300 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് 3 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ കവർ ചെയ്ത്. ഇനി 230 കിലോമീറ്റർ ബാക്കി. ഭയങ്കര വിശാലമായ റോഡാട്ടാ. 6 ലൈനാ. സൂര്യൻ്റെ ബ്രൈറ്റ്നസ് ഒരു ഇച്ചിരി, ഒരു പൊടിക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവും. ഭയങ്കര വെളിച്ചം. ഗൈസ്,
ഈ വാനിൻ്റെ ഉള്ളിൽ കുറേ ചോട്ട പിള്ളേരുണ്ട്. കുറേ അവർ ഫ്രണ്ടിലായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾ എന്നെ കണ്ടേരം കൂട്ടമായിട്ട് 3-4 പിള്ളേർ തിരിഞ്ഞിരുന്നു എനിക്ക് ടാറ്റ തരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു ഒത്തേക്കൊരു കാണുമ്പോൾ. അവൻ ലവൊക്കെ കാണിച്ചിരുന്നുണ്ട്. കൊള്ളാം. ലൈറ്റ് പാസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓ, ഈ വഴിയിലേക്ക് ഒരു പമ്പിന്റെ ബോർഡ് കണ്ടിട്ട് എങ്ങോട്ട് കയറിയ പമ്പ്. ഇവിടെ ഉണ്ട്. ഓ, എന്ത് കൂടുതൽ ലാൻഡ്സ്കേപ്പാ നോക്കി. ഓ മയിര് ഒരിച്ചിരി മുമ്പോട്ടായി പോയി. അണ്ണാ പവർ இருக்கா? പവർ 3 കിലോമീറ്റർ. ഊമ്പി ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽഡ്. പവറില്ല. 3 കിലോമീറ്ററിലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി കുറച്ച് പതിയെ പോകാം. ഇതെന്ത് റോഡ്? ഓരോ വണ്ടികളൊക്കെ ഇല്ലേ, ഭയങ്കര മിന്നൽ വേഗതയിലാണ് പോകുന്നത്. നമ്മൾ സ്ലോ ആക്കുന്നവരാണ് ഓരോ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ വലിയ സ്പീഡിൽ പോകാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലേ. സെക്കൻഡ് അറ്റംപ്റ്റ്. BPCL പവർ ഉണ്ടാവുമോ എന്ന് നോക്കട്ടെ. ഓ, ഇതായിരിക്കുമോ 3 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള പവറുള്ള പമ്പ്. പവർ എടുക്കാം. പവർ സക്സസ്ഫുള്ളി സെക്കൻഡ് അറ്റംപ്റ്റും മൂഞ്ചി. 1 പേച്ചാൽ 3 എന്നാണല്ലോ. അപ്പോൾ 3 പേച്ചാലോ? ഇത് ഞാൻ പൊളിക്കും. ഇവിടെ ഉണ്ടാവും. அண்ணா பவர் இருக்கா? முன்னாடி பாரத் பெட்ரோலியம் HP. ഓക്കെ. 3ലും പേച്ച്. അങ്ങനെ ഇന്ത്യൻ ഓയിലിൽ നിന്നും ഭാരത് പെട്രോളിൽ നിന്നും മാത്രം പവർ അടിക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് എന്നെ HP ആണ് ഇനി രക്ഷിക്കാൻ പോകുന്നത് കേട്ടോ. ആയിര് ഫൈനലി ഇത് സെറ്റാകുമായിരിക്കും. ഇവിടെ പവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓ, ഇവിടെ പവർ മാത്രമല്ല, നല്ല പവർഫുൾ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. പവർ എടുക്കാം. പവർ ഫുൾ ടാങ്ക്.
അവസാനം ഇവിടെ നിന്ന് കിട്ടിയിട്ട പവർ. ഓ ഇതെന്ത് നൈസ് വ്യൂ ആ നോക്കിയ സ്ഥലം. പൊളിച്ച് 2 വലിയ മല, അതിൻ്റെതായ റോഡ്, അതിൻ്റെതായ പെട്രോൾ പമ്പ്, അതിൻ്റെതായ ഞാനും എൻ്റെ വണ്ടിയും. അടിച്ചിതെങ്ങോട്ടാണ് കയറ്റുന്നത്? മറ്റേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫുൾ ടൈം അടിച്ചിട്ട് ഏകദേശം ഇപ്പം 325 കിലോമീറ്റർ ഓടി. ഇനി ഒരു 100 കിലോമീറ്റർ റേഞ്ച് കാണുന്നുണ്ട്. പോതും ക്യാമറ. സേഫ്റ്റി. ഇതെല്ലാം എന്താ റെക്കോർഡിങ്? യാ യു വിൽ ബി ഇൻ യൂട്യൂബ്. യാ அக்கா இது எங்கே ஊர்? இது சங்கைகிரி. ஸ்ட்ரைட்டு. ஆ 4 മണിക്കൂർ 316 കിലോമീറ്റർ സ്ട്രൈറ്റ്. 4 മണിക്കൂർ. ചേച്ചിമാര് പൊളിയാ. അണ്ണാ നൈട്രജൻ 35. അവരുടെ അടുത്ത് ഇതെന്താ ക്യാമറയാണോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു ഇത്രയും സാധനങ്ങൾ മേലിട്ടിട്ട് ഈ ചൂടിൽ എങ്ങനെയാണ് വണ്ടി ഓടിച്ചു വരുന്നത്? അവർ സേഫ്റ്റി നമ്മളധികം പറയാൻ അറിഞ്ഞൂടാത്തതുണ്ടോ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി. ഇത് ഗ്ലൗസ്. പ്രൈസാ 6000. 6000. രണ്ട് ആ ചേച്ചി വന്നിട്ട് ഗ്ലൗസാ കയ്യിലിടുന്ന ഗ്ലൗസല്ലേ അത്, അതിന് എത്രയാണ് വില എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6000 രൂപയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിൻ്റെ കിളി മാറി. അയ്യോ ടോട്ടല് നമ്മൾ 316 കിലോമീറ്റർ ഓടി ടോട്ടല് ആദ്യത്തെ ഫുൾ ടാങ്കിൽ. 400 ഓടും, പക്ഷെ പിന്നെ റിസ്ക് എടുക്കണ്ടാവും. അത്രയും വറ്റിപ്പോയാൽ പിന്നെ നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നേരം മിസ്സിങ് കിട്ടും വണ്ടിക്ക്. ഫ്യൂവൽ വറ്റിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻ കേസ് പവർ എവിടെയും കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ അതും പെട്ടുപോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗോവയിലേക്ക് പോകുമ്പോൾ എനിക്കങ്ങനെ പണി കിട്ടിയതാണ്. ഫുള്ള് വറ്റിച്ചിട്ട് അവസാനം ഒരു 100-150 കിലോമീറ്ററിൽ പവർ എവിടെയും കിട്ടുന്നില്ല. അവസാനം നോർമൽ അടിക്കേണ്ടി വന്ന അവസാനം തിരിച്ച് നാട്ടിലൊക്കെ എത്തിയപ്പോഴാണ് പിന്നെ വണ്ടിക്ക് പണി വന്നു തുടങ്ങി. മിസ്സിങ്ങും ത്രോട്ടിൽ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. അത് ആരും 6000 അങ്ങനെ ആകെ ടോട്ടൽ കിലോമീറ്റർ വന്നിട്ട് ഓടിക്കാനും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണം ലോങ് പോകുമ്പോൾ. ഏതായാലും നമ്മളെ സ്വന്തം വണ്ടിക്കാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അത് അധികം ലോ ആകുന്നതിൻ്റെ മുന്നേ അടിച്ചാൽ വണ്ടിക്കും നല്ലതാ. നമ്മൾ ഈ പെട്രോൾ പമ്പ് തപ്പി നടന്ന് അന്വേഷിച്ച് കളിക്കണ്ട. 2 റൂട്ട് കാണുന്നുണ്ട് ഗൈസ്. സേലം ടച്ച് ചെയ്യാണ്ട് പോകാൻ. സേലം ടച്ച് ഒന്നും വേണ്ട, എന്തിന്? അല്ലെങ്കിൽ തന്നെ ഒടുക്കത്തെ ബ്ലോക്കായിരിക്കും അവിടെ. ഈ സ്ഥലത്തിൻ്റെ പേരാ ചേച്ചി എന്തോ പറഞ്ഞു, മറന്നു പോയിട്ടാ. കങ്കര നഗറ എന്തോ പേര് പറഞ്ഞിട്ടേ. എന്തേലും ആട്ടെ. ഓൾമോസ്റ്റ് ഇപ്പോൾ സേലത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റായിട്ട് ഡീവിയേഷൻ എടുത്തിട്ടോ. സേലം ടൗണ് കട്ട് ചെയ്യാണ്ട് ബാംഗ്ലൂർ റൂട്ടിലേക്ക് നല്ല ഡീവിയേഷനായിരുന്നു. ഗൂഗിൾ മാപ്പിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര
ടെൻഷനാ ഭയങ്കര. അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലായിട്ട് റോഡ് കാണുന്നു. കറക്റ്റായിരിക്കും എന്ന് വിചാരിക്കുക. ബാംഗ്ലൂർ റോഡിലേക്കാണ് ഇപ്പം കയറാൻ പോകുന്നത്. ഇത് ഏതോ വലിയ ടൗൺ ആണല്ലോ. എന്നാലും ഇത് ഏതായിരിക്കും ടൗണ്? ഇവരൊരാൾക്കാരും ഇംഗ്ലീഷിൽ എന്താ ബോർഡൊക്കെ. ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇത്. ഞാനാദ്യമായിട്ട് കേൾക്കുന്നു ഓമല്ലൂർ. പക്ഷെ എൻ്റെ പൊന്നെ വെയിൽ എന്നൊക്കെ പറഞ്ഞാലല്ലേ കുത്തിപ്പറിക്കുന്ന വെയിൽ. സ്ഥലം നോക്കുക ഗൈസ്. അടിപൊളി ലാൻഡ്സ്കേപ്പ്, അടിപൊളി വ്യൂ, അടിപൊളി നല്ല നൈസ് റോഡ്. ഗൈസ് ഇതേതോ കാട് പോലത്തെ ഒരു സ്ഥലം. പക്ഷെ ഭയങ്കര റോഡ് വീതിയാക്കുന്ന പണിയാന്ന് തോന്നുന്നു. ബ്ലോക്ക് ഉണ്ട്. ലോറിക്കാർ മൊത്തം കയറ്റം കയറുന്നതുകൊണ്ട് പക്ഷെ റൂട്ടിൻ്റെ സീനാട്ടാ. റൂട്ട് വേറെ ലെവല്. ചന്തി വേദനയൊന്ന് കുറച്ച് നേരം എണീച്ച് നിൽക്കുക. ആ ഒരു കളറ് നോക്കിയേ. നല്ല കിടിലം ബ്ലൂ, നല്ല നീല ആകാശം, നല്ല പച്ച കളറ് മരങ്ങൾ. ഓ എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് 135 കിലോമീറ്റർ കൂടി ഉള്ളൂ. 3:19 എത്തുമെന്നാണ് കാണുന്നത്. ടോട്ടൽ ഇപ്പോൾ നമ്മൾ 400 കിലോമീറ്റർ കവർ ചെയ്ത്. രാവിലെ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിക്കണം. ഒരു മക്ഡൊണാൾഡ്സോ KFC കൊണ്ട് അവിടെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ബർഗറും ഒരു പെപ്സിയും കുടിച്ചാൽ സെറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ അടുത്തൊന്നും ഉണ്ടോ അത്. കുഴപ്പമില്ലാത്തൊരു ടൗണിലേ അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ. TV-ക്ക് എൻ്റെ കൊടിയാട്ടാ മൊത്തം തമിഴ്നാട്ടിൽ കാണുന്നത്. ഇത് കാണുമ്പോൾ ഇപ്പം വേൾഡ് കപ്പ് നടക്കുന്നില്ലേ, നമ്മളെ സ്പെയിനിൻ്റെ കൊടി പോലുണ്ട്. വിജയ് അണ്ണൻ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ 15 മിനിറ്റൊക്കെ മതി. ഇപ്പോൾ വന്ന സ്പീഡിൽ തന്നെ ഓടിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടാ. രാത്രി റൈഡ് ചെയ്യുമ്പോൾ ഇത്ര ടയേർഡ് ആവൂല. ഇത് നമ്മുടെ വെള്ളവും നീരും എല്ലാം പറ്റി വെയിൽ കൊണ്ടിട്ട്.